അപ്പം നമ്മുടെ ഓ ഇവന്മാർ അത്ര ഉണ്ടല്ലേ? കാണിച്ചു കാണിച്ചു പൊക്കാൻ പറ്റുന്നോ? ഇല്ല. അപ്പൊ നമുക്ക് കഴിച്ചപ്പോ ഒരു രക്ഷയില്ല. അച്ചാറ് എന്റെ മോനെ കൊണ്ടാപ്പൂ എന്തേ മോനെ എടാ എന്റെ മോനെ. കേടുകളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ ഇവരുടെ സ്വന്തം അപ്പൻ. ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നൊരു അടിപൊളി ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അച്ഛാ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കൊടുത്തേക്ക്. നമ്മളൊരു അടിപൊളി കേരയായിട്ടാണ് വന്നിരിക്കുന്നത്. 10 കിലോയുള്ളത്. അതെ, അച്ചാറിടാൻ പോവുകയാണ് ഗൈസ്. അപ്പം വേണ്ടവര് അതെ അതെ ഗൈസ്. അപ്പം മീൻ വേണമെന്ന് കുറെ കമന്റും കുറെ കോളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു 10 കിലോയുടെ ഒരു കേര മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്നൊരു മീനച്ചാറിടാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് നേരെ വീടോട്ട് പോയാലോ? അപ്പം നമ്മുടെ 10 കിലോയുടെ കേര. ഓ ഇവന്മാർ അത്ര ഉണ്ടല്ലേ? കാണിച്ചു കാണിച്ചു. ഓ മഹിച്ച താഴെ താഴെ വെച്ചാ മഹിച്ച പിടിച്ചടാ. പൊക്കാൻ പറ്റുന്നല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് വെട്ടി വൃത്തിയാക്കണം അല്ലേ? വെട്ടി വൃത്തിയാക്കണം. ഓക്കെ ഓക്കെ. വട്ടെ. അപ്പം നമ്മുടെ മീനെല്ലാം വെട്ടി ഒന്ന് വൃത്തിയാക്കി പീസാക്കി അച്ചാറ് പരുവത്തിലാക്കി എടുക്കണം. അതാണ് ഇവിടെ ശരിക്കുള്ള പണി. അതെ. അപ്പൊ നമുക്ക് മീൻ വെട്ടാം. ഓക്കെ ഓക്കെ. ഗൈസ്, അപ്പം നമ്മുടെ കേരയുടെ തല വെട്ടി മാറ്റി. ഗൈസ്, അപ്പോൾ വേണ്ട അച്ഛനാണ് അവിടെ മീനൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട അമ്മ വേണ്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതെന്താ പുറകെമാരാണ്ട് പിന്നെ വീണ്ടും പ്രീപേറുണ്ട്. അല്ലപ്പാ എന്താ പറഞ്ഞോ? കഷ്ടമാണോ? റൂമാണോ? നീ വേറെ റൂമോ? ഓ എന്റെ മോനെ കൊണ്ടാപ്പൂ. എടാ എന്റെ മോനെ ഗൈസ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ നമ്മൾ വെട്ടിയാൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആ 10 കിലോയുടെ മീൻ കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ 10 കിലോ മീൻ. ഇല്ലേ? എല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ അച്ചാറിടാൻ വേണ്ടി പോവാണ്. നമ്മുടെ മീൻ ഇടുന്നുണ്ട് വെട്ടിയായിരുന്നു ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? അടുത്ത മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഗൈസ്. അപ്പോൾ വേണ്ട നമ്മുടെ മീന കേട്ടോ എല്ലാം വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഉള്ളു. അപ്പോൾ ഇത് വറുത്ത് കഴിയുമ്പോൾ പിന്നെയും കുറവില്ലേ? ആണ് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് 10 കിലോയുടെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മീനിൻ്റെ പുറകിനാണ്, പക്ഷെ കിട്ടുന്നില്ല. വലിയ മീനൊന്നും ഇപ്പം വരുന്നില്ല അല്ലേ? അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ 10 കിലോയുടെ ആ ഉപ്പ് കിട്ടുന്നുണ്ട് ഗൈസ്. അപ്പം ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കിളക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ മീനത് മഞ്ഞളൊക്കെ നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. അപ്പം ഗ്യാസ് ഓണാക്കിയോ? ഓണാക്കിയോ? അപ്പോൾ വേണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാൻ അല്ലേ? എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റും. നല്ലെണ്ണ നല്ലെണ്ണ. ഇത് നമ്മൾ രണ്ടാമത്തെ നല്ലെണ്ണ. മൂന്നാമത്തെ നല്ലെണ്ണ ഒഴിച്ചിരിക്കുകയാണ്.
എല്ലെണ്ണയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മീനെ കൊണ്ട് പൊരിച്ചങ്ങോട്ട് എടുക്കാം. നമ്മുടെ എണ്ണ തിളച്ചിരിക്കുകയാണ്. നമുക്കിനി ഓക്കെ അമ്മ ഇപ്പോഴും ബീഫിൻ്റെ അവിടെ നിൽക്കണേ ഉള്ളൂ. പെയ്യട്ടോ. ഓ കിട്ടോ. കൈസപ്പം തന്നെ നമ്മുടെ മീനൊക്കെ നമ്മൾ ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇനിയും മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൈസപ്പം. അതുപോലെ തന്നെ മീനച്ചാർ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് നമ്മൾ അച്ചാർ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ഡീറ്റെയിൽ മൊത്തം ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മീൻ വേണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ്. അപ്പം എന്തായാലും വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മുടെ സ്റ്റൗവിന് തീ കുറവ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മീൻ അങ്ങോട്ടും എന്താ പറയുക കുക്ക് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ സെറ്റ് ആണേ അതുപോലെ ഫ്രൈ ആയാലും നമുക്കിത് കോരാം. കോരിക്കും. ഒത്തിരി ഇതായാലേ കലത്തില്ല. ഗൈസ് അപ്പം എനിക്കാണെങ്കിൽ ബീഫ് അച്ചാറിനെ കൂടുതൽ ഇഷ്ടം എനിക്ക് മീനാണ്. എനിക്ക് മീനാണ് ഇഷ്ടം. മീൻ ഒരു രക്ഷയില്ല. പക്ഷേ ബീഫ് അച്ചാർ വേറെ ലെവലാണ്. പക്ഷേ എന്താ പറയുന്നത് എനിക്ക് മീനാണ് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി. മീനെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മീൻ അച്ചാറാണെങ്കിലും മീൻ കറിയാണെങ്കിലും മീൻ വറുത്താണെങ്കിലും എങ്ങനെ വെച്ചാലും എനിക്ക് മീൻ ഒത്തിരി ഇഷ്ടമാണ്. അല്ലേ എന്താ പറച്ചിൽ കേട്ടോ. ഞാനിപ്പോൾ നിന്നോളെ മറന്നുപോയി. കൈസ്. അപ്പോൾ അതുപോലെ തന്നെ ദാസപ്പനാണെങ്കിൽ ഇടയ്ക്ക് വന്നപ്പോഴേ പോകുന്നൊരു അവനാണെങ്കിൽ ഇതുപോലെ മീൻ ഒത്തിരി അച്ചാറിട്ട് വെച്ചായിരുന്നു കേട്ടോ. അച്ചാറിട്ട് വെച്ചായിരുന്നു. അപ്പോഴത്തേന് ഇങ്ങനെ ടേസ്റ്റ് നോക്കി പിന്നെ അത് മൊത്തം അങ്ങ് തീർത്ത്. രാത്രിയിലും പകലും കഴിച്ച് ഒരു രാത്രി കൊണ്ട് നമ്മൾ ഒരു ബോട്ടിൽ മീൻ അച്ചാറൊക്കെ തീർത്ത്. ഓക്കെ. അപ്പോൾ നമ്മളിനി അച്ചാറിടാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ മീനെല്ലാം ഫ്രൈ ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. അപ്പം ചുവടെ വരും. അപ്പം ഇച്ചിരി ഇരുട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഇച്ചിരി ഇരുട്ടായിപ്പോയി. നമ്മുടെ ലൈറ്റ് ബോയ് എമർജൻസി ഉലുവ ഇടുക. ഇട്ടോ. അപ്പോൾ ഇഞ്ചി നാടൻ ഇഞ്ചി. ഓ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഗൈസ് അപ്പോൾ തന്നെ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ട് മൂത്തങ്ങോട്ട് വരുമില്ലേ. കറിവേപ്പിലയും കൂടി ഇട്ടതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം വേറൊരു മണമാണ് വരുന്നത്. നമ്മുടെ കരിയാപ്പിലയും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കിടന്നങ്ങോട്ടും മൂക്കുന്നൊരു മണം ഇല്ലടാ. ഇത്ര നല്ല മണം അടിച്ചിട്ടില്ലേ ഗൈസ്. അപ്പോൾ എന്നും ഒരു റിംഗ് ലൈറ്റ് മേടിക്കണമെന്ന് എന്നും പറയാറുണ്ട്. ഇനി എന്തായാലും മേടിച്ചിട്ടേ ഉള്ളൂ കാര്യം. അപ്പോൾ നമ്മൾ എപ്പോൾ വീഡിയോ എടുത്താലും നൈറ്റ് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഈ അപ്പുറത്തുനിന്ന് ഈ എമർജൻസി മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വെട്ടം അടിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ റിംഗ് ലൈറ്റ് മേടിക്കുന്നതായിരിക്കും ഇല്ലേ അമ്മേ? നമ്മൾ മേടിച്ചിട്ടില്ലേ? ഓക്കെ. 6 ബിയിൽ നിന്ന് ഗോകുൽ. നമസ്കാരം, എൻ്റെ പേര് ഗോകുൽ. അപ്പോൾ അതിനെ പഠിപ്പിച്ച സ്കൂളിലെ ഒരു കവിത പാടും. కవిదేవో కోకా 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 కడితే కురుకురమండు చూస్తాడు, పొట్టి పొట్టి కౌను వేస్తే పట్టి పట్టి చూస్తాడు. కోకా కాదు కౌను కాదు కట్టులోన ఏముంది నీ కళ్ళల్లోనే అండ ఉంటే నీవు పట్టే ఉంగర పట్టేవు అండవా అమ్మమ్మ అండవా అమ్మమ్మ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി മുളക് ഇട്ട് കൊടുക്കുവാണ്. മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടോട്ടെ, കുറേ ഏറെ ഇട്ടു. കൊതി വരുന്നു. ഇച്ചിരി മഞ്ഞപ്പൊടി എടുക്കും. അപ്പൊ നമുക്കിനി മഞ്ഞപ്പൊടി ഇച്ചിട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കൈസ്. അപ്പം തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇട്ടോ ഉപ്പ് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ
ഘട്ടത്തിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേണ്ട അച്ചാറിൻ്റെ ഗ്രേവി തന്നെ ഇങ്ങോട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കേരയുടെ പീസാണ് ഇട്ട് കൊടുക്കാനായിട്ട്. വിനാഗിരി ഒഴിക്കാനുണ്ട്. നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ അല്ലേ അച്ചാറിൻ്റെ മെയിൻ സാധനമായ വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ വേണ്ട നമ്മുടെ ഒഴിച്ച മക്കളെ. ഓ അതിനകത്തോട്ട് നമ്മുടെ നാടൻ കേരളം നല്ല നാടൻ തീഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊളിയായിരിക്കും ഇല്ലടാ അല്ലേ. നമ്മുടെ മെയിൻ സാധനം നമ്മുടെ കേര ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇട്ടോ ഇട്ടോട് എന്താ പോലെയാ. ഗൈസ്, അപ്പോൾ വേണ്ട നമ്മുടെ മീനച്ചാർ തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ആദ്യം മീനച്ചാർ കാണിച്ചിരുന്നു. കാണിച്ചവനെ സെറ്റായിട്ട് നടക്കണം. അച്ഛൻ ഇച്ച നിങ്ങൾ കോരി ടിച്ച് കേട്ടോ. ഒത്തിരി വേണ്ട, ആലും മതി എനിക്ക്. ഗൈസ്, അപ്പോൾ വേണ്ട അപ്പോൾ ഒരു രക്ഷയില്ല അച്ചാർ. നമ്മുടെ അച്ചാറെല്ലാം ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ മീനച്ചാർ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയാണ് നമ്മൾ മീനച്ചാർ ഇട്ടിരിക്കുന്നത്. മീനച്ചാർ ഇഷ്ടപ്പെടുന്ന അതിലുണ്ടെങ്കിൽ നേട്ടം നമ്മൾ തന്നെ ഇവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നമ്മൾ വീട്ടിലെത്തിച്ച് തരുന്നതായിരിക്കും നമ്മുടെ മീനച്ചാർ. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് അച്ചാർ ഇനി ഇരിപ്പുണ്ട്. അപ്പോൾ ബീഫ് അച്ചാറും മീനച്ചാറും വേണ്ടവരെന്തായാലും നമ്മുടെ ഈ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ മീനായാലും ബീഫായാലും എത്തിച്ച് തരുന്നതായിരിക്കും അല്ലേ സാർ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറേ വൈകി താമസിച്ചാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഈ എമർജൻസി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, ഒന്നും പറയില്ല. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ.